വിസയൊക്കെ കിട്ടിയിട്ട് ഫ്ലൈറ്റ് കയറിയിട്ട് നിങ്ങൾ ജർമ്മനിയിൽ എത്തിയോ? അതല്ലാന്നുണ്ടെങ്കിൽ ജർമ്മനിയിലേക്ക് വരാൻ നിൽക്കുകയാണോ? സോ നിങ്ങൾ ഈ പറയുന്ന സ്റ്റെപ്സ് എല്ലാവരും ഫോളോ ചെയ്യണം. മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ നമുക്ക് 1 by 1 ആയിട്ട് പെട്ടെന്ന് പറയാം. സോ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് സിറ്റി രജിസ്ട്രേഷൻ ആണ്. സിറ്റി രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ലൈവായിട്ട് ഞാൻ പോകുന്ന വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയിട്ട് കണ്ടിട്ട് വായോ. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് സിറ്റി രജിസ്ട്രേഷൻ ആണ്. സോ സിറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. അത് സ്പാർക്ക്, ആസിയ, കൊമേഴ്സ്, ഡോയിച്ച് ബാങ്ക്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള ചോയ്സിന് പോയിട്ട് ബാങ്കിൽ പോയിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് കൈ കിട്ടണ്ടേ? ബ്ലോക്ക്ഡ് എമൗണ്ട് എവിടെയെങ്കിലുമൊക്കെ തുറന്നു വെച്ചേക്കായിരിക്കും. സോ ബ്ലോക്ക്ഡ് എമൗണ്ട് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ബാങ്കിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞിട്ട് ഈ വിവരം ആരെ അറിയിക്കണം? നിങ്ങളുടെ ബ്ലോക്ക്ഡ് എമൗണ്ട് നിങ്ങൾ എവിടെയാണോ ഇട്ടേക്കുന്നത്, കൊറാക്കലിലാണോ, ഫിൻറ്റിപ്പി ആണോ, സോ എവിടെയാണ് നിങ്ങളുടെ ബ്ലോക്ക്ഡ് എമൗണ്ട് നിങ്ങൾ ഇട്ടേക്കുന്നത് അവരെ വിളിച്ചിട്ട് നിങ്ങൾ അറിയിക്കണം. നിങ്ങളിവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. എന്നിട്ട് ബാങ്ക് അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ എല്ലാ മാസവും ഈ ബ്ലോക്ക്ഡ് എമൗണ്ടിലുള്ള എമൗണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവത്തുള്ളൂ. സോ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജർമ്മനിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ്. അതിവിടെ ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാകും. ബാർമർ ആണോ ടി കെ ആണോ അതെനിക്കറിയില്ല. നിങ്ങൾ തുടങ്ങിയേക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ബാർമർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൻ്റെ അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാവരും ഉണ്ട്. വേറെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിനെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല. സോ അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളിവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങളുടെ സിറ്റി രജിസ്ട്രേഷൻ്റെ പ്രൂഫും നിങ്ങളുടെ പാസ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. സോ അത്രേ ഉണ്ടാവത്തുള്ളൂ. സോ ഈ 3 കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ പഠിക്കാൻ വന്ന സ്റ്റുഡൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അറിയിക്കണം ഞാനിവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട് എന്ന്. സോ അത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും ബൈ.